നെവിൻ വീട്ടിലേക്ക് കയറിയ സമയത്ത് തന്നെ അനീഷിൻ്റെ അടുത്ത് പോയി ഒരു കാര്യം പറയുന്നുണ്ട്. അനീഷേട്ടാ, നമ്മളിനി ഒന്നാണ്, രണ്ടല്ല, നമ്മളിനി ഒന്നായിട്ട് ഇവിടെ കളിക്കുമെന്ന് അനീഷിൻ്റെ അടുത്ത് നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അനീഷ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട്, ഒരു കൈ അകലം മാറ്റിയേ നിന്നെ നിർത്തത്തുള്ളൂ, ഒരു കൈ അകലം എപ്പോഴും നീ മാറി നിന്നോണമെന്ന് നെവിൻ്റെ മുഖത്ത് നോക്കി അനീഷ് പറഞ്ഞു. സംഗതി കൺഫെഷൻ റൂമിൽ വെച്ച് നെവിൻ പറഞ്ഞല്ലോ, ഞാനിനി അനീഷേട്ടനെ പോലെ ഒരു ഗെയിമറായിട്ടായിരിക്കും ഞാനിവിടെ കളിക്കാൻ പോകുന്നതെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇറങ്ങി വന്നപ്പോൾ അനീഷിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മളിനി ഒന്നാണ്, നമ്മളിനി രണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ അടുത്ത് സോപ്പിട്ടുകൊണ്ട് എന്നപ്പോഴാണ് അനീഷ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. നീ ഒരു കൈ അകലം അങ്ങോട്ട് മാറി നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നെവിൻ തിരിച്ച് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കൈ വെച്ച് 2 കടി അകലം അങ്ങ് മാറി നിന്നേക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നെവിൻ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല അനുവിനെയും ആദില നൂറേനെയും ഒന്നും ഒരു ടാർഗറ്റായിട്ട് പോലും കാണുന്നില്ല എന്ന് നെവിൻ പറഞ്ഞു. നെവിൻ എന്തായാലും ഗെയിം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി നിലവിലത്തെ അവിടുത്തെ ഒരു പ്ലേ വെച്ചിട്ടാണെങ്കിലും നെവിൻ എൻ്റെ ഒരു ടോപ്പ് 5 ലിസ്റ്റിൽ ഇതുവരെ കളിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് നെവിൻ ഓൾറെഡി ഉണ്ട്. നെവിൻ ഇനി ഒന്നും കൂടെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് നിന്ന് സംസാരിക്കുകയോ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ടോപ്പ് 5 എൻ്റെ ലിസ്റ്റിൽ മാത്രമല്ല ഒറിജിനലി ടോപ്പ് 5 നെവിൻ വരാൻ സാധ്യത ഏറെയുള്ളൊരു മത്സരാർത്ഥിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടോപ്പ് 5 നെവിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.